അങ്ങനെ ഒരു കൊടും കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല കിന്നക്കോരയ്ക്ക്, വെറും 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. 25 മിനിറ്റ് ആണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത്. സമയം 2:11 ആയിട്ടുണ്ട്. ക്ലൈമറ്റ് ഇതുവരെ നമുക്ക് കോടയൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ആ ഒരു സ്പോട്ട്, കിന്നക്കോരയിലോട്ട് പോകുന്ന വഴി. 11 കിലോമീറ്റർ ആണ് മാപ്പിൽ കാണിക്കുന്നത്. 16 കിലോമീറ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു 13 കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും 16 കിലോമീറ്റർ ആണ് കോടയുള്ള റോഡ് എന്നൊക്കെ പറയുന്നത്. അതിന് വെറും പറച്ചിൽ മാത്രമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഓൺ ദ വേയിൽ പോയി നോക്കാം. എല്ലാവരുടെയും വീഡിയോസിൽ ഞാൻ കോട കണ്ടിട്ടുണ്ട്. എന്റെ വീഡിയോയിൽ അത് കാണാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കാം. നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആട്ടോ ഇനി അങ്ങോട്ടേക്ക്. മിക്ക ആളുകളും വരുന്ന സമയത്ത് മഴയായിരിക്കും. നമുക്ക് എന്തായാലും മഴ കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഈ റോഡിൽ. സോ ഓവർ സ്പീഡിൽ പോകരുത്. അപ്പോൾ നമ്മൾ കിന്നക്കോരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയ കാര്യമായിട്ട് ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് ആ റൂട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ റൂമിലോട്ട് പോവാണ്. സമയം ഇപ്പോൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 3:22 ആയിട്ടുണ്ട്. 54 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലോട്ട്. 2 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും നമ്മൾ 2 മണിക്കൂർ കൊണ്ട് എത്തില്ല. എന്തായാലും 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലുന്ന ഒരു പ്രതീക്ഷയില്ല. നമ്മൾ വിചാരിച്ച ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും നമുക്ക് ഈ കിന്നക്കോര റോഡിൽ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും 24/7 ഇവിടെ കോടയായിരിക്കും, മാങ്ങയായിരിക്കും, തേങ്ങയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ആരും എടുത്ത് ചാടി വരണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. റൂട്ടൊക്കെ അടിപൊളിയാണ്. ഒരു തവണയല്ല പല തവണയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മസ്റ്റായിട്ട് നിങ്ങൾ വരേണ്ട ഒരു റോഡാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ കോട കിട്ടിയെന്ന് മാത്രം വരത്തില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്തായിരിക്കും കോടയൊക്കെ വരത്തുള്ളൂ.